ശ്രീ എൻ ശ്രീകുമാർ, കഴിഞ്ഞ ദിവസവും നമ്മൾക്ക് ഈ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് തരൂരിന്റെ തന്നെ അതൃപ്തി പരസ്യമാക്കിയുള്ള പ്രതികരണങ്ങളായിരുന്നു. താങ്കൾ എല്ലാ സാധ്യതയും എന്ത് വന്നാലും ആയിക്കോട്ടെ എന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളുന്നുണ്ടായിരുന്നു. നോക്കൂ, പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തിനോടൊപ്പം പോകാൻ തരൂർ തീരുമാനിക്കുകയാണ് എങ്കിൽ അവർ തരൂരിനെ മാത്രമല്ല ക്ഷണിക്കുന്നത്, തരൂരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തെ കൂടിയാണ്. അതിൽ സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിന്, അദ്ദേഹത്തിന് ആകർഷിക്കാൻ പറ്റുന്ന സമുദായത്തിൻ്റെ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവർ, യുവാക്കൾ, ഒരു എലൈറ്റ് ക്ലാസ് ഒക്കെ തരൂരിനൊപ്പം നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വലിയ വിസ്മയങ്ങൾക്ക് അത് വഴി തുറക്കില്ലേ? നോക്കൂ ശ്രീമതി രേണുക, ഞാൻ ആരെയും പുച്ഛിച്ചേ സംസാരിക്കാറില്ല. ഈ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കോൺഗ്രസിന്റെ പക്ഷപാതിയായ പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പൊ ആ നിലപാട് പറയുമ്പോൾ അത് അവരെ പുച്ഛിക്കുകയല്ല, ഞാൻ ആരെയും പുച്ഛിക്കാറില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ശശി തരൂരിനെ പോലെ ഒരു മനുഷ്യനെ ചെറുതാക്കി കാണിക്കാൻ നമുക്ക് പരിശ്രമമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ശശി തരൂര് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ആ അഭിപ്രായ ഭിന്നത അദ്ദേഹം തുടരുന്നത് കൊണ്ടും അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കാലത്തും അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ വിമർശനത്തിന് യാതൊരു മാറ്റമില്ല. കാരണം അത് നിലപാടുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. എന്റെ നിലപാട് തെറ്റില്ല എന്ന ഈ നിമിഷം വരെയും അത് ശരിയാണെന്നും തെളിഞ്ഞു വരികയാണ്. ഇവിടെ ശശി തരൂര് CPM-ലേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നു, പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയം തീരെ അറിയാത്ത കൊച്ചുകുട്ടികളല്ലല്ലോ ശ്രീമതി രേണുക. ഈ ശശി തരൂര് അദ്ദേഹം ഒരു സ്ഥലത്തേക്കും പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് CPM-നെ പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തരൂരിനെ പോലെയുള്ള ഒരു അന്തർദേശീയ വ്യക്തിത്വം പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈ കേരളത്തില്? അതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം അകലെ എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തരൂർ പോയിട്ട് എന്ത് ചെയ്യാനാണ്? CPM-നുള്ളവരെ വാതിലോ ജനലോ ഒക്കെ തുറന്നിരിക്കും. അല്ലെ CPM-രുടെ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് വിടാൻ താല്പര്യം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ തൊഴിലാളികളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പണ്ട് കേട്ടിരുന്നത്. ഇപ്പൊ അത് അങ്ങനല്ല. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഒരു വ്യവസായിയാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് മാധ്യമ വാർത്ത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരാൾ ചേരാനായിട്ട് സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളോടല്ല, ഒരു വ്യവസായിയോടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനും വ്യവസായികളാണോ മുമ്പോട്ട് വരുന്നത്? അപ്പൊ വ്യവസായ ബന്ധ പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി? അപ്പൊ ആ പാർട്ടിയെ നമ്മൾ അപമാനിക്കുകയാണ് സത്യം പറഞ്ഞാല്. ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നത്, ശശി തരൂർ ഒരു പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ അപ്പൊ അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യവസായി, കേരളത്തിലെ വ്യവസായികളൊക്കെ അതാത് കാലത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ളവരാണ്. ചില മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവരും കാണുമായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ അത് പാർട്ടി മാറാനാണെന്ന് പറയുക. തരൂർ ക്യാമ്പ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ ഒരു പേര്, തരൂർ ക്യാമ്പ്. ഈ ശശി തരൂരിനെ അങ്ങനെ ക്യാമ്പ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമൊന്നും കേരളത്തിലില്ല. അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്. അത് അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ. കെ കരുണാകരൻ പാർട്ടി വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാത്ത കോൺഗ്രസ്സുകാരുടെ നാടാണ് കേരളം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹം നന്നായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം CPM-വുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ലെങ്കിലും അദ്ദേഹത്തിന്റെ CPM-നോടെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആൾ പറയുന്നതൊക്കെ ഇപ്പൊ ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറയാ കോൺഗ്രസിൽ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ. അങ്ങനെയാണോ കോൺഗ്രസിന്റെ നേതാക്കളെ നമ്മൾ ഗൗനിക്കുക? കോൺഗ്രസിൽ KR നാരായണൻ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ നട്വർ സിംഗ് വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ അരുൺ നെഹ്റു വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ സാം പിട്രോഡ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിലെ മണിശങ്കർ അയ്യർ വന്നത് എങ്ങനെയാണ്? കേരളത്തിലെ കോൺഗ്രസിൽ നിന്നുള്ള S കൃഷ്ണകുമാർ വന്നത് എങ്ങനെയാണ്? അപ്പൊ ഇവർക്കൊക്കെ ഇംഗ്ലീഷും മലയാളം അറിയാത്തവരായിരുന്നോ? ഇവരൊക്കെ എഴുത്തുകാരല്ലേ? അതൊന്നും അല്ല വിഷയം. ശശി തരൂരിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിന്റെ നയങ്ങളോട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. കാരണം അത് അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കോൺഗ്രസിൽ യോജിച്ചതല്ല എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അദ്ദേഹം ഈ അപമാനം സഹിച്ച് നിൽക്കണമോ? അദ്ദേഹത്തിന്റെ എഴുത്ത്, വായന, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നു.
യോജിക്കാവുന്ന സാഹചര്യത്തിലെല്ലാം യോജിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നു. ലക്ഷ്യ ക്യാമ്പിൽ 2 ദിവസം അദ്ദേഹം ചെലവഴിച്ചതും യോജിച്ചു പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പിൽ തരൂർ കൂടുതൽ സജീവമാകുമെന്ന വാർത്തകളാണ് അതിനുശേഷം വന്നത്. ഒരുപക്ഷെ നേമത്ത് തരൂർ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന്റെ എന്ന് പോലും വാർത്തകൾ വന്നു. അതിന് പിന്നാലെയാണ് മഹാപഞ്ചായത്തിൽ അദ്ദേഹം അപമാനിതനാകുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലും നേരത്തെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയും വിളിച്ചില്ല എന്നൊക്കെയുള്ള പരാതികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. അപ്പോൾ ഇനിയും അത്തരം അപമാനങ്ങൾ സഹിക്കണമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അപമാനിതനായത് നിങ്ങൾ വിലയിരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചില്ലല്ലോ. അതൃപ്തി ഉണ്ട് എന്ന കാര്യം പറഞ്ഞല്ലോ. അത് ഞാൻ പാർട്ടിയിൽ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അതൃപ്തി ഇല്ലെന്നോ ഞാൻ അപമാനിതനായില്ല എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ നോക്കൂ, ഈ വാർത്തകൾ വന്നിട്ട് എത്ര മണിക്കൂറുകളായി? തരൂർ സമൂഹ മാധ്യമത്തിലൂടെ തനിക്ക് പറയാനുള്ളതൊക്കെ കൃത്യമായും വ്യക്തമായും പറയുന്ന വ്യക്തിയാണല്ലോ. ഏത് തിരക്കുകളിലും അദ്ദേഹം അത് എത്ര സമർത്ഥമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ഈ രീതിയിലുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയതിനു ശേഷം ഒരു നിഷേധക്കുറിപ്പ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ, അതാണ് തരൂർ ക്യാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ അതിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശശി തരൂർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? മിനിഞ്ഞാന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം അതൃപ്തനാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയിൽ ശരിയും തെറ്റുമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ടിയോട് പറയുമെന്ന് പറഞ്ഞു. അതൃപ്തി ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. നോക്കൂ രേണുക, അങ്ങനെ ഒരാൾ പറയും ശശി തരൂർ അതൃപ്തനാണോ അതൃപ്തനല്ലേ എന്നുള്ളത് ഓരോരുത്തരുടെ വിലയിരുത്തലാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം എന്നാണോ പാർട്ടിയിൽ നിന്ന് മാറുന്നത് അന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ ആ പാർട്ടിയുമായി യോജിച്ചു പോകണം. അങ്ങനെ യോജിച്ചു പോകാത്തൊരു ഘട്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ശശി തരൂരിന്റെ നിലപാടുകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പല ഘട്ടങ്ങളിലായിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നത് UPA ഗവൺമെന്റ് ഉള്ള കാലത്താണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹം കോൺഗ്രസിൽ വന്ന ശേഷം അദ്ദേഹത്തിന് കോൺഗ്രസ് MP സ്ഥാനവും മന്ത്രിസ്ഥാനവും കൊടുത്തു. അധികാരമില്ലാത്ത കോൺഗ്രസിന് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ശശി തരൂരിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ചിന്തിക്കാനും പ്രസംഗിക്കാനും താല്പര്യപ്പെടുന്ന ഒരാളാണ്. അത് കോൺഗ്രസിനോട് യോജിച്ചു പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് പോകണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അതൃപ്തി ഉള്ളവർക്ക് എത്രയോ വഴികളുണ്ട് അതൃപ്തി ഉള്ളവർക്ക്. പക്ഷേ ഇന്നിപ്പോ ഇത്രയും നേരം ഈ വാർത്ത വന്നിട്ട് നിഷേധിച്ചില്ല എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ശശി തരൂർ പോകുമെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ശശി തരൂർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്റെ അഭിപ്രായത്തില്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി പോകുന്നത് എന്താ, കേരള കോൺഗ്രസ് ഒരു പാർട്ടി ഉണ്ടാക്കി പോകാൻ? ശശി തരൂരിന്റെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ശശി തരൂരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യുമ്പോഴും ശശി തരൂർ എന്ന ബഹുമുഖ പ്രതിഭയോടെ നിൽക്കുന്നുണ്ട്. അതൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് CPM-ൽ പോവാ, വേറെ ഒരു പാർട്ടി കിട്ടിയില്ലേ? അതിലും ഭേദം ഒരു പാർട്ടിയിലും പോകാതെ നിഷ്പക്ഷനായിട്ട് രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവാ, കേരളത്തിലെ CPM-ൽ പോകുന്നതിനേക്കാൾ ഭേദം. CPM എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരെന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയായിട്ട് മാറിയില്ലേ? അത് ബംഗാളും ത്രിപുരയൊന്നും ഇല്ലല്ലോ. ഇന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞേ കേട്ടില്ലേ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം? അത്തരം ഒരു പാർട്ടിയിലേക്ക് ശശി തരൂർ പോകുന്നൊക്കെ വിചാരിക്കുന്നതും അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണമല്ല, അത് മണ്ടത്തരമാണ്. അത് ശശി തരൂരിന്റെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമാണ്. ശരി, കേരളത്തിൽ എന്തായാലും കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയുടെ ഒപ്പം പോവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപമാനമാണോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം തരൂരിന് പറ്റിക്കൂടാ എന്നൊക്കെ താങ്കൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും തരൂർ ഇതുവരെ അക്കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഈ ചർച്ചകൾ നടക്കുന്നു എന്നത് വളരെ ആധികാരികമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.